എനിക്കൊരു പൂച്ച ഉണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ നവംബർ 9 അവൻ പെട്ടെന്ന് വയ്യാതായി എന്നെ വിട്ട് പോയി കേട്ടോ. അവൻ എനിക്ക് വെറും ഒരു പൂച്ച മാത്രമായിരുന്നില്ല. പലരും എന്നോട് ചോദിച്ചു, ഞാൻ വിഷമിച്ചിരിക്കുന്നത് കണ്ട്, എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്, സാരമില്ല, വേറെ ഒന്ന് വാങ്ങാം എന്നൊക്കെ. പക്ഷെ അവർക്കറിയില്ലല്ലോ, ഒരു പെറ്റ് ലവറായ ഞാനും അവനെ എങ്ങനെ കൊണ്ടു നടന്നതെന്ന് ആർക്കും അറിയില്ല. പെട്ടെന്നൊരു ദിവസം അവൻ നമ്മളെ വിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന വേദന, ശരിക്കും പറഞ്ഞാൽ അവൻ എൻ്റെ വീട്ടിലെ ഒരു അംഗം തന്നെയായിരുന്നു കേട്ടോ. അത്രയ്ക്ക് ഞാനും അവന് സെറ്റായിരുന്നു. ഒന്ന് വിളിച്ചാൽ ഓടി വരുന്ന അവൻ ഇന്നില്ല. അവൻ പോയപ്പോൾ ഞാൻ അനുഭവിച്ച വേദന പറഞ്ഞറിയിക്കാൻ പോലും കഴിയത്തില്ല. ആദ്യം വിചാരിച്ചു ഇനി വേണ്ട പൂച്ച സ്നേഹമൊന്നും, ഇനി പൂച്ചയെ വളർത്തണ്ട എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കാരണം അതും ഇതുപോലെ പെട്ടെന്നൊരു ദിവസം ഇല്ലാതാകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന മാനസികമായ ഒരു വിഷമമുണ്ട്. അതൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. അങ്ങനെ അവൻ പോയി. അത് കഴിഞ്ഞുണ്ടായ ആ മൂകമായ അന്തരീക്ഷം, അവൻ്റെ മ്യാവ് വിളിയും ഓട്ടവും ചാട്ടവും കളിയും കുസൃതിയും, എന്തിനേറെ പറയണം, 6:30 എന്നുള്ള സമയമുണ്ടെങ്കിൽ അവനാട്ടോ ഞങ്ങളെ വിളിച്ചെണീപ്പിക്കുന്നത്. ഞങ്ങളുടെ അലാങ്കൂടിയായിരുന്നു അവൻ. അതൊക്കെ മിസ്സായി. ആകെ ശോകമൂകമായ അന്തരീക്ഷം. പിന്നെ വേറൊന്നും നോക്കിയില്ല. എന്തായാലും അവനെപ്പോലെ തന്നെ ഒരുത്തനെ വാങ്ങുക എന്ന് വിചാരിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു പിന്നീട് അങ്ങോട്ട്. പക്ഷേ അവനെപ്പോലെ ഒന്നും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാനം നമുക്കുള്ളത് ദൈവം എവിടെയോ കരുതി വെച്ചിട്ടുണ്ട് എന്ന് പറയാറില്ലേ, അതുപോലെ തന്നെയായിരുന്നു കേട്ടോ. അവനെപ്പോലെ തന്നെയെന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും എവിടെയൊക്കെ അവൻ്റെ ഫേസ് എനിക്ക് തോന്നി. ആദ്യം കിട്ടിയ സമയത്ത് വേറൊരു ഫേസ് ആയിരുന്നു കേട്ടോ ഇവൻ്റെ. പക്ഷേ പോകെ കറക്റ്റ് അവന് എനിക്ക് കിട്ടിയപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഫേസിലേക്ക് വന്നിട്ടോ. എന്തായാലും ഇവനും ഞാനും പെട്ടെന്ന് തന്നെ സെറ്റായി. പിന്നെ ഇവനെ കിട്ടിയപ്പോൾ മുതൽ ഇവന് വയ്യായിരുന്നു. പനി, വൊമിറ്റിംഗ് ഒക്കെ ആയിട്ട് ആൾ ഭയങ്കര കിടത്തം തന്നെയായിരുന്നു. ഉഷാറില്ലായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആൾ ഉഷാറായി. വീണ്ടും ഇപ്പോൾ അവന് പനിയാട്ടോ. എന്തായാലും ഞങ്ങൾ രണ്ടാളും ഇനി അങ്ങോട്ട് മുന്നോട്ട് അടിച്ചു പൊളിച്ചു പോകും. എൻ്റെ കുഞ്ഞാപ്പി എൻ്റെ അടുത്ത് തന്നെ ഉറങ്ങുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകാം കേട്ടോ. അപ്പോൾ ബൈ കുഞ്ഞാപ്പി, ബൈ ബൈ പറയൂ. ബൈ ബൈ.